പ്ലീഡർ നിയമനത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് മുൻമന്ത്രി പി രാജീവ്. ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് നിയമനം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഓരോന്നും കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത കുറയുകയാണ്. പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി വഴിമാറിപ്പോകുന്നുവെന്നും പി രാജീവ് വിമർശിച്ചു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, അപ്പോൾ കടുത്ത വിമർശനവുമായി CPM-ന്റെ നേതാക്കൾ രംഗത്തിറങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളിലും വിമർശിക്കാനുള്ള ഓരോ വിഷയങ്ങൾ അവർ കാണുന്നുണ്ട്. ഷിഹാസ്, ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് കടുത്ത വിമർശനം പി രാജീവ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രീതിയോടുകൂടി നിയമനം നടത്തി എന്ന് കാണേണ്ടി വരും. അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ചട്ടങ്ങൾ പാലിച്ചല്ല. LDF സർക്കാരിന്റെ കാലത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. AG ഒരു പാനൽ തയ്യാറാക്കുന്നു. ആ പാനൽ നിയമവകുപ്പിലൂടെ ഫിനാൻസിലെത്തി, പിന്നീട് ക്യാബിനറ്റിൽ വെച്ച് പാസാക്കി. ക്യാബിനറ്റ് നോട്ടോടുകൂടിയാണ് അംഗീകാരവും ഉത്തരവും പുറത്തിറങ്ങുക. അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് വഴിമാറുന്ന തരത്തിൽ പരിഹാസ രൂപേണയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ തിരികെ പരിഹസിക്കുകയാണ് പി രാജീവ് ചെയ്തത്. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ചെയ്യുന്ന ആള് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഓരോ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത കുറഞ്ഞു വരികയാണ് എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിലൊരു ചട്ടവും നടപടിക്രമവുമുണ്ട്, ഭരണഘടനാപരമായി നിർണ്ണയിക്കപ്പെട്ട വ്യവസ്ഥകളുണ്ട്. അതിന് വിരുദ്ധമായാണ് ഈ നിയമനം നടക്കുന്നത് എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. നിയമനം സംബന്ധിച്ച് നിയമം കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകടമായി തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനം, ചട്ടലംഘനം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൂടാതെ LDF കാലത്തെ എല്ലാ ഉത്തരവുകളും പരിശോധിക്കാവുന്നതാണ്. അതിൽ കൃത്യമായ ഓരോ ഗവൺമെന്റ് പ്ലീഡറും സ്പെഷ്യൽ പ്ലീഡർമാരാണെങ്കിൽ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് കൃത്യമായി ഫിനാൻസ് വകുപ്പ് അനുമതി നൽകിയതിന് ശേഷമാണ് അത്തരം നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. നിയമവിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ കാര്യങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായ മറുപടി നൽകാതെ മറ്റ് വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ഉരുണ്ട് കളിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാർത്താ സമ്മേളനത്തിലൂടെയും മുഖ്യമന്ത്രി കൂടുതൽ വെളിപ്പെടുകയാണ്, അല്ലെങ്കിൽ വിശ്വാസ്യത നഷ്ടം സംഭവിക്കുകയാണെന്ന രാഷ്ട്രീയ വിമർശനമാണ് പി രാജീവ് ഉന്നയിക്കുന്നത്. ശരി സജോ, പി രാജീവ് ഉന്നയിച്ച ആ ഒരു വിമർശനം, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചിട്ടുള്ളത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പ്രകാരമാണ് എന്നൊരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഈ 2 പേരുണ്ട്. ആ ലിസ്റ്റിൽ നിന്നല്ലാതെ ഞങ്ങൾ വേറെ ആൾ എടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ AG-യുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്നതിന് അടിയിലല്ല ഞങ്ങൾ ഒപ്പിട്ടത്. അപ്പൊ തീരുമാനത്തിന്റെ അടിസ്ഥാനം ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള ലിസ്റ്റാണ് എന്ന് ഭരണഘടനാ പ്രകാരം പ്രീതിയോ പ്രത്യേകമായ താല്പര്യമോ ഇല്ലാതെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരാൾ മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ നടത്തിയിരിക്കുന്നു. സ്വജനപക്ഷപാതമാണ് നടത്തിയിട്ടുള്ളത്. തന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടന നൽകിയ ലിസ്റ്റിലാണ് അടിസ്ഥാനം. ആ ലിസ്റ്റ് ഞങ്ങൾ AG-യുമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ചട്ടം പൂർണ്ണമായിട്ട് ലംഘിച്ചിരിക്കുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തി, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്നുള്ളതാണ് പി രാജീവിന്റെ ആരോപണം.